ഇത്രയും പെണ്ണുപിടിയന്മാരെ പിടിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വെച്ച് ഞങ്ങൾ സഹിക്കണോ? ഞങ്ങൾ സ്ത്രീകൾ ഈ പ്രസ്ഥാനത്തില്ല. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കരുനാഗപ്പള്ളി കുലശേഖരത്ത് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പാർട്ടി അണികൾ ഇളകിത്തെറിച്ചത് നേതൃത്വത്തെ ആശങ്കയിലാഴ്ത്തി. ഔദ്യോഗിക വിഭാഗം അവതരിപ്പിച്ച പാനൽ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പാർട്ടിയുടെ ബഹുഭൂരിപക്ഷം പ്രവർത്തകരും അതിശക്തമായ പ്രതിഷേധമറിയിച്ചത്. പുതിയ ലോക്കൽ സെക്രട്ടറി പെണ്ണുപിടിയന എന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ അവർ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു. അയാൾ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. ലോക്കൽ കമ്മിറ്റി സമ്മേളനം നിയന്ത്രിക്കാനെത്തിയ സംസ്ഥാന നേതാക്കളെ അവർ കൂവിയോടിക്കുന്നു. ആ സംസ്ഥാന കമ്മിറ്റി നേതാക്കളെ ഒരു ഹാളിൽ പൂട്ടിയിട്ട ഏറ്റവും ദുരവസ്ഥ. അതിനുശേഷം പുറത്തിറങ്ങിയ സംസ്ഥാന സമിതി നേതാക്കളുടെ മുന്നിൽ അവർ കിടന്ന് പ്രതിഷേധിച്ചു. പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്ന അടിമകളല്ല തങ്ങൾ എന്ന് ചില പ്രവർത്തകർ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു. ആ പൊട്ടിത്തെറി CPM-നെ അക്ഷരാർത്ഥത്തിൽ നടുക്കിക്കളയുന്നു. അണികൾ നട്ടെല്ലുയർത്തിയതോടെ നേതാക്കൾ തലയിൽ മുണ്ടിട്ടോടുന്ന കാഴ്ച. പാർട്ടി നശിച്ചു, ഇനി ഞങ്ങൾ പാർട്ടിയിൽ നിൽക്കില്ല, നേതൃത്വം അവർക്ക് കൂട്ടുനിൽക്കല്ലേ എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന പാർട്ടി പ്രവർത്തകർ. കൊള്ളരുതാത്തവരെ ഞങ്ങളാരും അംഗീകരിക്കില്ല. കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ പോലും നിൽക്കാതെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പ്രസ്ഥാനത്തെ വളർത്തിയവരാണ് ഞങ്ങൾ. ആ സ്ത്രീകൾ പറയുന്നത് കേട്ടാൽ നമ്മൾ അന്തം വിട്ടുപോകും. ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെ പോലും ഔദ്യോഗിക വിഭാഗത്തിലെ ചില പ്രവർത്തകർ എറിഞ്ഞോടിക്കാൻ ശ്രമിക്കുന്നു. ഏറ്റവും ക്രൂരമായ കാഴ്ചകളാണ്. പക്ഷേ പാർട്ടി അണികൾ പച്ചയ്ക്ക് പലതും വിളിച്ചു പറഞ്ഞു. അവരുടെ വാക്കുകളിലേക്ക്. ഇത്രയും പെണ്ണുപിടിയന്മാരെ പിടിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വെച്ച് ഞങ്ങൾ സഹിക്കണോ? ഞങ്ങൾ സ്ത്രീകൾ ഈ പ്രസ്ഥാനത്തില്ല. ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ഇതെങ്ങനെ സഹിക്കും? നേതൃത്വം വന്നിട്ട് ഞങ്ങൾ ആവുന്നത്ര തെളിവുകൾ കൊടുത്ത് ഇവിടുത്തെ മോശം ഇത് NSന്റെ നാടാണ്, ഇത് CPM ആണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തെളിവുകൾ പുറത്തൊന്നും കൊടുക്കാതെ ഇത്രയും കൊള്ളരുതായ്മകൾ നടത്തിയ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ആവുന്നത്ര ഞങ്ങൾ പരാതികൾ കൊടുത്തു, അടി മുതൽ മുടി വരെ. പക്ഷേ ഈ ഇത്രയും കൊള്ളരുതാത്തവന്മാരെ ഒരു കൊലപാതകയാണെങ്കിൽ പോലും പ്രസ്ഥാനത്തെ സംരക്ഷിക്കാം. അതിലും മോശപ്പെട്ട CPM എന്ന ഭരണഘടനയ്ക്ക് അനുയോജ്യമല്ലാത്ത പ്രവർത്തനം ചെയ്യുന്ന ഇവരെ പോലുള്ളവരെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ഞങ്ങളാരും അനുസരിക്കത്തില്ല. ഞങ്ങൾ കുഞ്ഞുനാൾ മുതൽ SFIയിലൂടെ വന്നവര് വനിതകളായത്. ഒന്നും അറിയത്തില്ല. ഇത് CPM-ൽ കൊടുത്തവരാ. അപ്പൊ ഞാൻ കണ്ണു പറയുന്നത് എന്തിനാ? എനിക്ക് കണ്ണു അറിയത്തില്ല. എന്നെ പുറത്താക്കിയാലോ അല്ലെങ്കിൽ എന്നെ രണ്ടടിച്ചാലോ എന്റെ കണ്ണ് അറിയത്തില്ല സഹോദരന്മാരെ. ആരോപണമല്ല, സ്ത്രീ പീഡനം ചെയ്യുന്നവനെ ഞങ്ങൾ ശക്തമായി എതിർത്തു. ഞങ്ങൾ എതിർത്തിട്ട് ഞങ്ങൾക്ക് ഒരു വിലയില്ല. ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗം പറഞ്ഞ് ഇത്രയും ചെയ്തിട്ട് മതിയായില്ലയോ? നിങ്ങൾക്ക് ഞാനൊരു ബഹുമാനം തന്ന ഒരു വ്യക്തിയാണ്, നിങ്ങളാണോ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയെന്നാ എന്നോട് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ചോദിച്ചത്. എന്നെ നാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കട്ടെ. അതാ പറഞ്ഞത്. എനിക്കതല്ല, ഞാൻ നിന്നാൽ ശരിയാവത്തില്ല. നിങ്ങൾ സഹോദരന്മാർ പോയിക്കോ, എന്റെ പ്രസ്ഥാനമാണ് എനിക്ക് വലുത്. നശിച്ച് നാമാവശേഷമായി കുലശേഖരപുരത്തും കരുനാഗപ്പള്ളിയിലും. വനിതാ സഹാക്കൾക്ക് മാനമര്യാദയായിട്ട് അന്തസ്സോടെ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. പെണ്ണുപിടുത്തക്കാരുടെ ഈ പ്രസ്ഥാനത്തെ രക്ഷിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഞങ്ങൾക്ക് പ്രസ്ഥാനം വേണം. ഞങ്ങൾ CPM-ന്റെ കൊടി പിടിച്ച് വളർന്നു വന്നവരാണ്. ഞങ്ങൾക്ക് ഇവിടെ ഈ പ്രസ്ഥാനം വേണം. ആ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. PR വസന്തന്റെ തീട്ടൂരം നടപ്പാക്കാൻ വേണ്ടി മാത്രം വന്ന നേതൃത്വമാണ് ഇവിടെ. അവരിവിടെ വന്നിരുന്നു കൊണ്ട് ഇവിടെ നടത്തിയ ഒട്ടും ഈ ഏതാണ്ട് 55ഓളം പ്രതിനിധികൾ, ഏതാണ്ട് 82 പേര് പങ്കെടുത്ത 50ഓളം പ്രതിനിധികൾ അതിനെ എതിർത്തുകൊണ്ട് നിന്ന ആകെ കൈവക്കിയത് ആകെ 20-22 പേരാ. അവർ ഭൂരിപക്ഷമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഇവിടെ ഏകപക്ഷീയമായ ലോക്കൽ സെക്രട്ടറി തെരഞ്ഞെടുത്തു. 12 മണി കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹം ഫോൺ എടുക്കത്തില്ല. പിന്നെ 4 മണി കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തുള്ളൂ. മദ്യത്തിന് അടിമയായ ഇതാണ് ഇത്രയും കാലം ഈ ലോക്കൽ കമ്മിറ്റി ഇദ്ദേഹത്തെയാണ് ഇതേപോലെ ഇവിടെ വെച്ച് ഉറപ്പിച്ചുകൊണ്ടിരുന്നത്. ഇത് പിന്തുടർച്ചക്കാരനായി കൊണ്ടുവന്നത് ഒരു പെണ്ണുപിടിയനെയാണ് പിന്തുടർച്ചക്കാരനായി കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു രാജീവ് ഗാന്ധിയുടെ മരണ സമയത്ത് പോലും 15,000 വോട്ടിലെ ഭൂരിപക്ഷം നേടിയ സ്ഥലമാണ് ആ ഒരു സഹതാപനോടാണ് കുലശേഖരപുരം. ആ കുലശേഖരത്തിൽ നിന്ന് പാർട്ടി പിന്നോട്ട് പോയിരിക്കുകയാണ്. 18 ബ്രാഞ്ച് കമ്മിറ്റികളിൽ 18 ബൂത്തുകളിൽ 6 മാത്രമാണ് പാർട്ടിക്ക് ലീഡുള്ളത്. ഈ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ള BJP ആണ് ഒന്നാമത് വന്നത്. ഇവിടെ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ വേറോട്ടുള്ള സ്ഥലമാണ് NSന്റെ നാട്ടിൽ NSന്റെ വീട് നിൽക്കുന്നിടത്ത് ഈ പാർട്ടി 3-ാം സ്ഥാനത്തേക്ക് പോയി. അതൊന്നും കണ്ട് ഈ നേതൃത്വം പഠിക്കുന്നില്ല. അതാണ് ഇപ്പോൾ ഇവിടുത്തെ പാർട്ടി
ഏകപക്ഷീയമായി, അതായത് ഒരു കാരണവശാലും ഈ പാർട്ടി ജനാധിപത്യം അനുവദിക്കില്ല. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു അജണ്ട ഇതിന് വെച്ചിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പ് ഒരു കാരണവശാലും നടത്താൻ അനുവദിക്കില്ല എന്നുള്ള ഒരു അജണ്ടയോടുകൂടിയാണ് ഈ നേതൃത്വം, സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ ഉൾപ്പെടെയുള്ള നേതൃത്വം ഇവിടെ വന്നത്. ആ നേതൃത്വം അത് നടപ്പാക്കി അവർ കൊണ്ടുപോയി എന്നുള്ളതാണ്. PR വസന്തിന് വേണ്ടി അത് നടപ്പാക്കി അവർ. ആദ്യമേ ഒരു സമ്മേളനം നടന്ന് ഇത് നിർത്തിവെച്ച സമ്മേളനമാണ്, അത് തുടർ സമ്മേളനമാണ്. ഇതിങ്ങനെ നടക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ജനം ഇവിടെ തടിച്ചുകൂടി അവരെ പൂട്ടിയിടുന്ന ഘട്ടത്തിലേക്ക് എത്തിയത്. ഒരു മര്യാദ ഇതിനകത്തുണ്ടായില്ല. കാരണം തെരഞ്ഞെടുപ്പ് നടന്ന ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു, ഈ കമ്മിറ്റി ഭൂരിപക്ഷം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ കമ്മിറ്റി അനുസരിച്ചുകൊണ്ട് നാളെ മുതൽ പാർട്ടി പ്രവർത്തനം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. നാളെയും ഞങ്ങൾ CPM ആയിരിക്കും. ഞങ്ങളെ ആരും പുറത്താക്കിയാലും നാളെയും ഞങ്ങൾ CPM ആയിരിക്കും, മരിക്കുമ്പോഴും CPM ആയിരിക്കും. പാർട്ടി നശിച്ചു ഇവിടെ, ഞങ്ങൾ ഇനി പാർട്ടി നിൽക്കില്ല. വിഷമം, ഞങ്ങളുടെ വിഷമം കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് വിഷമേ ഉള്ളു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയി ഉണ്ണി ഇപ്പോഴും കാണിച്ചു വെച്ചാൽ ഇതുവരെ ഇവിടെ തടഞ്ഞു വെച്ചിരുന്നത് നമ്മുടെ നേതൃത്വത്തെയൊക്കെ ഇപ്പൊ കാല് പിടിച്ച് കരഞ്ഞ് ഇറങ്ങി പോവാ. കണ്ടില്ലയോ? ഇപ്പൊ കണ്ടില്ലയോ? ഗംഭീര രീതിയിൽ ഇവിടെ BJPയും കോൺഗ്രസും വളർന്നു വരും. 100%. വിഷമമുണ്ടോ പാർട്ടിയിൽ? ഇങ്ങനെ ഉണ്ട്. അതല്ലേ ഇപ്പോഴും ഇവിടെ നിന്ന് കരയുന്നേ? അതല്ലേ ഇവിടെ ഇപ്പോഴും നിന്ന് കരയുന്നേ? കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് കുരിശുപുരത്തെ പാർട്ടിയെ ഈ പരുവത്തിലേക്ക് കൊണ്ടെത്തിച്ചതിനകത്ത് P. ഉണ്ണി എന്ന് പറയുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നിരവധി പെണ്ണ് കേസിലൊക്കെ പ്രതിയാണ്. മക്കൾക്ക് 2 പേർക്ക് ജോലി ഒപ്പിച്ചു. ഒരാൾക്ക് Q218 സൊസൈറ്റിയിൽ മോക്ക് ജോലി ഒപ്പിച്ചു. മോന് കരുനാഗപ്പള്ളി പാർട്ടി നിയന്ത്രിക്കുന്ന സ്കൂളിൽ ജോലി ഒപ്പിച്ചു. ഭാര്യയ്ക്ക് അതിന് മുമ്പേ സ്കൂളിൽ ജോലി ഒപ്പിച്ച ആളാണ്. ഇപ്പോൾ HS സലാം എന്ന് പറയുന്ന ആൾ നിരവധി പെണ്ണ് കേസിലെ പ്രതികളാണ്. അതിൻ്റെ വീഡിയോ ഉൾപ്പെടെ ഇവിടെ പ്രചരിപ്പിക്കുന്നതായിട്ട് പോലീസിലൊക്കെ പരാതി ഉണ്ടെന്നുള്ളതാണ് നമുക്കതിനെപ്പറ്റി പാർട്ടി കമ്മിറ്റി നമുക്കതിനെ വ്യക്തമായി അറിയുന്നത്. പക്ഷേ എങ്കിൽ തന്നെ ഇപ്പോൾ കടന്നുകൂടി പാർട്ടിയിൽ പരാതി നൽകിയിട്ടുണ്ട്, പാർട്ടിയിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന നേതാക്കന്മാരെ അവർക്ക് ഒത്താശ നൽകുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഞാനും DYFയുടെ ഒക്കെ പിന്നെ നേതാവായിട്ട് CI2-ലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ നമുക്കിത് ഇപ്പോഴത്തെ ഈ പാർട്ടിയുടെ പോക്കിനോട് നമുക്ക് വളരെ വിഷമമുണ്ട്, ദുഃഖമുണ്ട്. ഈ രാത്രി 24 ന്യൂസിൻ്റെ വാർത്ത കണ്ടുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. ഞാൻ റേഷൻ എംപ്ലോയീസ് യൂണിയൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായി എന്നെ പോലും ഇവിടെ പ്രതിനിധിയാക്കിയിട്ടില്ല.